ഈ സീനും നോക്കിയേ. നിങ്ങളൊരു റൂമിലോ മീറ്റിങ്ങിലോ ആണ്. ഒരാൾ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് മീറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് കുടുംബക്കാരെല്ലാവരും കൂടിയതാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ. എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന അയാൾ മോശമില്ലാതെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അതിനെന്താ പ്രശ്നം? അയാളല്ലേ പറയുന്നത്, പറയട്ടെന്നേ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അയാൾ പറയുന്നതിന് തലയും ആട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് മനസ്സിലാവുന്നത് കൊണ്ടാണല്ലോ തലയാട്ടുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ശരിക്കും അയാൾ പറയുന്നത് ഫുള്ളായിട്ട് ശരിയല്ല, കുറച്ച് തെറ്റുണ്ട്. അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി ഒരു വെറൈറ്റി അഭിപ്രായം പറയാനുണ്ട്. അതങ്ങോട്ട് പറഞ്ഞാൽ കളറാവും. ചുറ്റിരിക്കുന്നവർ എല്ലാവരും ഇമ്പ്രസ് ആവും. ഇപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്ക് കയറി പറയാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ നോട്ട് വർക്കിംഗ്, നടക്കില്ല. നിങ്ങൾ ആളൊരു പുലിയൊക്കെയാണ്, കാര്യങ്ങളൊക്കെ അറിയാം. അതിപ്പോൾ നിങ്ങളോട് ഇംഗ്ലീഷിൽ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് പത്രം വായിക്കും, ഇംഗ്ലീഷ് സിനിമ കാണും, സബ് ടൈറ്റിൽ വായിച്ച് ഡയലോഗ്സ് പറയുന്നത് വരെ ക്ലിയർ ആവും. എല്ലാം ഓക്കെയാണ്. പക്ഷെ കാര്യങ്ങൾ തിരിച്ചങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാര്യങ്ങൾ കൈവിട്ടു പോവും, പുലി പൂച്ചയാവും. എന്താണ് ശരിക്കും നിങ്ങൾക്കപ്പോൾ സംഭവിക്കുന്നത്? മൈൻഡ് പാനിക് അടിക്കും, മനസ്സിങ്ങനെ ഓടും വാക്കുകൾക്ക് വേണ്ടി. എല്ലാ വാക്കും നമുക്കറിയാം, പക്ഷെ ഒരെണ്ണം എടുത്ത് വീശാൻ പറ്റില്ല. കൈയൊക്കെ തണുത്ത് തൊണ്ടയൊക്കെ വറ്റും. നിങ്ങൾക്കിങ്ങനെ ഒരാളെ അറിയുമോ? അതോ ആ ഒരാൾ നിങ്ങൾ തന്നെയാണോ? ഇതൊരു കോമൺ കഥയാണ്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും, പക്ഷെ സംസാരിക്കാൻ അറിയില്ല. ഭയങ്കര പേടിയാണ്. ലോകത്ത് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവരുടെ ആരുടെയും മാതൃഭാഷ ഇംഗ്ലീഷ് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? നമ്മളൊക്കെ ചറക്കെ പറക്കെ ഇംഗ്ലീഷ് പറഞ്ഞേനെ. മറ്റേതോ ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ. അതിപ്പോൾ നമ്മളെപ്പോലെ മലയാളമാവാം, അല്ലെങ്കിൽ തമിഴ്, ഹിന്ദി, അങ്ങനെ എന്തുമാവാം. എന്നാൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ. ജോലിക്കായാലും പഠിക്കാൻ പോവാനായാലും പുറത്തുള്ള ബന്ധുക്കളോ കൊച്ചുമക്കളോ ആയിട്ട് സംസാരിക്കാനായാലും ഇപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ വായിക്കാൻ അറിയാം, കേട്ടാലും മനസ്സിലാവും. അത്രയും കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ സംസാരിക്കാൻ നടക്കില്ല. കാരണം എന്താണ്? ഇതുവരെ സംസാരിച്ച് നോക്കിയിട്ടില്ല. എവിടെയോ എപ്പോഴോ ശ്രമിച്ചു, പക്ഷെ ആ ഫ്ലോ വരുന്നില്ല. അപ്പം 4 മടക്കി ആ ആഗ്രഹം മനസ്സിലെടുത്തു വെച്ചു. എന്തുകൊണ്ടാണ് ഈ ഫ്ലോ കിട്ടാത്തത് എന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട്. ഒരു ഭാഷ അത് നിങ്ങൾ കേൾക്കുകയും മനസ്സിലാവുകയും ചെയ്യുന്നത് പോലെയല്ല അതേ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അത് രണ്ടും 2 കോഗ്നിറ്റീവ് പ്രോസസ്സ് ആണ്. അല്ലെങ്കിൽ തലച്ചോറിൽ അത് രണ്ടും 2 പ്രക്രിയയാണ്. നിങ്ങൾ കേൾക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ ആ കേട്ടതിനെ ഡിക്കോഡ് ചെയ്യുന്നു. ആ വാക്കുകൾ എന്താണ് എന്ന് അപ്പോൾ തന്നെ തർജ്ജമ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നു. സോ സിമ്പിൾ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. വൊക്കാബുലറിയൊക്കെ ആലോചിച്ച്, ഗ്രാമറൊക്കെ അപ്ലൈ ചെയ്ത്, പ്രൊനൗൺസിയേഷനൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കി, അങ്ങനെ ഇതൊക്കെ എപ്പോൾ ചെയ്യണം? അപ്പോൾ തന്നെ, അതായത് സംസാരിക്കുമ്പോൾ തന്നെ. നോട്ട് സോ സിമ്പിൾ. ഭൂരിഭാഗം ആളുകളും ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ചും സിനിമകൾ കണ്ടും പിന്നെ ക്രിക്കറ്റിലെയോ ഫുട്ബോളിലെയോ ഇംഗ്ലീഷ് കമൻട്രി കേട്ടിട്ടുമൊക്കെയാണ് ഇംഗ്ലീഷുമായി പരിചയം പുതുക്കുന്നത്. എന്നാൽ ഈ ഇംഗ്ലീഷ് കൺസംഷൻ നമുക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷ മനസ്സിലാവാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. ഒരിക്കലും അത് നമുക്ക് സ്വന്തമായി സംസാരിക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്നില്ല. സംസാരിക്കുക എന്നത് മുൻപ് പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ വ്യത്യസ്തമായ ഒരു പ്രോസസ്സാണ്. സംസാരിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ അതിനൊരു പോംവഴിയായിട്ടുള്ളൂ. ഫിയർ ആൻഡ് പെർഫെക്ഷനിസം. പുതുതായി എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായാലും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം. വായ തുറന്നാൽ ഞാനിനി എന്ത് മണ്ടത്തരമാണാവോ വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ള ഭയം നമ്മെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നിന്നും തടയുന്നു. എന്ത് പുതുതായി പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു ഭയം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. എന്നാൽ നീന്തൽ, ഡ്രൈവിംഗ്, ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന ചുരുക്കം ചില പരിപാടികൾ പഠിക്കാൻ കൂടെ ഒരാളെങ്കിലും ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ കൂടെയുള്ള ആൾ ഇതൊക്കെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ, എൻ്റെ ഇംഗ്ലീഷ് അവർക്കൊരു തമാശയായാൽ, അങ്ങനെയൊക്കെ ആലോചിച്ച് നമുക്ക് തോന്നും നമ്മുടെ മണ്ടത്തരങ്ങൾ പബ്ലിക്കായാൽ വൻ പ്രശ്നമാവുമെന്ന്. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന പരിപാടി അപ്പോഴോ എപ്പോഴോ ഉപേക്ഷിച്ചു. ഈ ഭയം എങ്ങനെ ഓവർകം ചെയ്യും? കുട്ടികളാവുമ്പോൾ നമ്മൾ വീണിരുന്നു. കയ്യിൽ നിന്ന് പാത്രങ്ങളും ഗ്ലാസുകളും ഉടഞ്ഞിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അബദ്ധങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. എങ്കിലും ഒരിക്കലും നമ്മൾ അടുത്ത ദിവസം അതൊന്നും വീണ്ടും ചെയ്യാതിരുന്നില്ല. വീണ്ടും നടക്കാൻ ശ്രമിച്ചു.
കയ്യിൽ ശ്രദ്ധയോടെ സാധനങ്ങൾ പിടിക്കാൻ ശ്രമിച്ചു. എപ്പോഴോ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റി. നമ്മളൊക്കെ വലുതായി. അതോടെ തെറ്റ് പറ്റുന്നതിനെ പേടിച്ചും തുടങ്ങി. തെറ്റുകൾ പറ്റുന്നത് ഒഴിവാക്കാൻ നമ്മൾ എന്തെങ്കിലും പുതുതായി പഠിക്കുന്ന ആ ഏർപ്പാടും അങ്ങോട്ട് ഒഴിവാക്കി. വീണ്ടും ഒരു കുട്ടിയായി, ഒരു കുട്ടിയെ പോലെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ സമീപിക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ പറ്റട്ടെ, തെറ്റുകളിലൂടെ പഠിക്കാം. നമുക്ക് പരീക്ഷയും ഗ്രേഡും പ്രോഗ്രസ് റിപ്പോർട്ടും ഒന്നുമില്ല. നമുക്ക് നമ്മുടെ മനസ്സിലെ ആശയങ്ങളും കാര്യങ്ങളും ഭംഗിയായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റണം. അതിന് തെറ്റുകൾ പറ്റുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി ഒരു കുട്ടിയാവുക, തെറ്റുകളിലൂടെ പഠിക്കുക. ബ്രേക്കിംഗ് ദ സൈലൻസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറയട്ടെ? തുടങ്ങുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുക. എപ്പോൾ തുടങ്ങുക? ഇപ്പോൾ തന്നെ തുടങ്ങുക. അതിനിനി വേറെ നേരവും കാലവും ഒന്നുമില്ല. അതിനെപ്പറ്റി ആലോചിച്ചോ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ടോ നമുക്കത് ഫലത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. എങ്ങനെ മനഃശാസ്ത്രപരമായി ഇതിനെ സമീപിക്കണം, അല്ലെങ്കിൽ ഭയം എങ്ങനെ ഓവർകം ചെയ്യും എന്നൊക്കെയേ ഈ വീഡിയോസിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ഈ ലോകത്തുള്ള ഏത് പുസ്തകമോ യൂട്യൂബ് വീഡിയോസോ എടുത്താലും അതിൽ എല്ലാം പറയുക, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക എന്നതാണ്. ചെറുതായി തുടങ്ങുക. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ പെറ്റ്സായിട്ടുള്ള പട്ടിയോടോ പൂച്ചയോടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക. ദ പോയിൻ്റ് ഈസ് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കാരണമാണ് എന്ന് മനസ്സിലാക്കുക. എംബ്രേസ് ദ മിസ്റ്റേക്സ്. ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നവരേക്കാൾ നല്ലത് തെറ്റുകൾ പറ്റി ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരെ കൂടെ കൂട്ടി പരിശീലിക്കുക. ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എല്ലാ ദിവസവും സംസാരിക്കുക. മറ്റുള്ളവർ വരുത്തുന്ന തെറ്റുകൾ എന്താണെന്ന് നോക്കുക, അവരോടത് പറയുക. നിങ്ങളുടെ തെറ്റുകൾ അവയെ പഠിച്ച് വീണ്ടും വരുത്താതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നമുക്ക് ഈസിയായി ഒറ്റയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും സാധിക്കും. ഏതെങ്കിലും ഒരു AI ടൂൾ, ChatGPTയോ ജെമിനിയോ ഉപയോഗിച്ച് ഇപ്പോൾ പഠിക്കാം. നമ്മുടെ മണ്ടത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയുമെന്ന പേടിയും ഇപ്പോൾ വേണ്ട. നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഇത്രയ്ക്കധികം സൗകര്യങ്ങളുള്ള ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയുള്ള കാര്യം. ലാംഗ്വേജ് എന്നത് ഒരു പാലമാണ്. നിങ്ങൾക്ക് വായിക്കാനും കേട്ടിട്ട് മനസ്സിലാവാനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാലത്തിൻ്റെ പകുതി കടന്നു എന്നാണ്. സംസാരിക്കുന്നത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. മനസ്സ് തുറന്ന് സംസാരിക്കുക. മണ്ടത്തരങ്ങൾ വരട്ടെ, അബദ്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, സാരമില്ല. ഓരോ വട്ടം നിങ്ങൾ ശ്രമിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം ഓർക്കുക.